ദൈവത്തിന് സ്തുതി. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, കഴിഞ്ഞ ആഴ്ച മുതൽ പരിശുദ്ധ സഭയുടെ കൂദാശകളിലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ കുർബാനയുടെ വേദപുസ്തക അടിസ്ഥാനവും അതുപോലെ അപ്പം മുറിക്കലിനെ കുറിച്ചും ഞായറാഴ്ച ദിനം എപ്പോഴായിരുന്നു വിശുദ്ധ കുർബാന ആചരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചും വിശുദ്ധ കുർബാനയുടെ വിവിധ പേരുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധ കുർബാന, ഇത്രയും കാര്യങ്ങളായിരുന്നു നാം ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ, വിശുദ്ധ സഭയുടെ കുർബാന തക്സായെക്കുറിച്ചാണ്. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. തക്സോ എന്ന സുറിയാനി പദത്തിന് ഓർഡർ അല്ലെങ്കിൽ സീരീസ്, ക്രമം അല്ലെങ്കിൽ നിര എന്നൊക്കെയാണ് അർത്ഥം. സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളും വിവിധ അനാഫോറുകളും ഒന്നിച്ച് സംഗ്രഹിച്ച ഗ്രന്ഥത്തിനാണ് തക്സോ എന്ന് പറയുന്നത്. പൊതുവെ തക്സോ എന്നാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേര് പറയുന്നത്. എന്നാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിവിധ അനഫോറകളുണ്ട്, പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെട്ടതായ, അതെല്ലാം കൂടെ ക്രോഡീകരിച്ച ഒരു ബുക്കാണ്. ആ ഗ്രന്ഥത്തിനാണ് തക്സോ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ കൂടുതലായിട്ടും സഭയുടെ പ്രാർത്ഥനകൾ, ആദിമസഭ ക്രോഡീകരിച്ച പലതും യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. അപ്പം മുറിച്ച് അതിനുശേഷം ദൈവത്തിന് നന്ദി കരയറ്റുകയും തുടർന്ന് വെള്ളം വീഞ്ഞുമായി കലർത്തി ഒടുവിൽ പാനം ചെയ്യുന്ന രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ചേർന്ന സ്തോത്ര പ്രാർത്ഥനയോടെ പുരോഹിതന്റെ ആശീർവാദത്തോടെ ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു ഇത്. അപ്പോൾ ഈ രീതി ആദിമ ക്രൈസ്തവരും ഇത് തന്നെ അവലംബിച്ചു പോരുകയും യഹൂദന്മാരുടെ സ്തോത്ര പ്രാർത്ഥനകളുടെ മാതൃകയിൽ അപ്പം മുറിക്കുന്ന പ്രാർത്ഥനകൾ വികസിപ്പിച്ച് എടുക്കുകയും ചെയ്തു. 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഉപയോഗിക്കണമെന്ന് സഭ നിഷ്കർഷിച്ചു തുടങ്ങി. യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ആരാധന ക്രമങ്ങൾ രൂപപ്പെടുവാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രാർത്ഥനകൾ എഴുതുവാനായിട്ട് തുടങ്ങി. സന്ദർഭോചിത പ്രാർത്ഥനകളുടെ ന്യൂനതകളും അവയിൽ ചിലത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകുന്നതും സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാകണം സഭ ഇപ്രകാരം ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായത് കുർബാനയാണെന്നും നമ്മുടെ വിശ്വാസത്തെ കുർബാന ഉറപ്പിക്കുന്നുവെന്നും അവര് നമ്മളെ പഠിപ്പിച്ചത്. അപ്പം ആദിമകാലങ്ങളിൽ പല തനതായ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ ഉള്ളതായ ചില ന്യൂനതകൾ, വീഴ്ചകൾ, ഇത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ, സഭ വിശ്വസിച്ച് സഭ പഠിപ്പിച്ചു പോരുന്നതായ പല കാര്യങ്ങൾക്കും എതിരായിട്ട് വരുന്നു എന്നുള്ള തോന്നലായപ്പോൾ അതൊക്കെ എഴുതി ക്രോഡീകരിച്ച് അതനുസരിച്ച് ചെയ്യണമെന്ന് സഭ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. യഹൂദ ആരാധനകളിൽ ഉപയോഗിക്കുന്ന സ്തുതിപ്പുകൾ, ഗീതങ്ങൾ, സങ്കീർത്തനം, ആശീർവാദം തുടങ്ങിയവയിൽ ചിലതെല്ലാം ഭാഗികമായോ പൂർണ്ണമായോ ചെറിയ വ്യത്യാസങ്ങളോടെ ക്രിസ്തീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാധനയിൽ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. യെറുശലേം, അന്ത്യോക്യ, എഡേസ, അലക്സാണ്ട്രിയ എന്നിവിടങ്ങളിൽ രൂപം കൊണ്ട പ്രാർത്ഥനകളാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ രൂപം കൊണ്ട ആരാധനക്രമങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് മറ്റു പല രൂപത്തിൽ വികസിച്ചു വന്നത്. അപ്പസ്തോലിക പഠിപ്പിക്കലുകൾ, ആദിമ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളെല്ലാം തന്നെ ആരാധനക്രമത്തിന്റെ രൂപീകരണത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തിയ സംഗതികളാണ്.
ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന് അനുസൃതമായി പ്രാർത്ഥനകളും കർമാനുഷ്ഠങ്ങളും ക്രോഡീകരിച്ച് തൃത്വ വിശ്വാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സഭയിൽ വിവിധ അനഫോറകൾ രൂപീകരിച്ചു, അല്ലെങ്കിൽ അനഫോറകൾ രൂപം പ്രാപിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട അനഫോറ എന്ന് പറയുന്നത് വിശുദ്ധ യാക്കോബിന്റെ അനാഫോറയാണ്. ഈ അനാഫോറ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കാഴ്ചയർപ്പണം എന്നാണ്. അനാഫോറകളിൽ പലതും 5-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും മധ്യേ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ചെറുതും വലുതുമായ 80-ൽ പരം അനാഫോറകളോടുകൂടെ ക്രിസ്തീയ ലോകത്തെ ഏറ്റവും വിപുലവും ധന്യവുമായ വിശുദ്ധ കുർബാനയുടെ ആരാധനക്രമവുമായി പരിശുദ്ധ സുറിയാനി സഭ ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുകയാണ്. അപ്പോൾ 80-ൽ പരം അനഫോറകൾ, ചെറുതും വലുതുമായിട്ടുള്ള അനഫോറകൾ ഇന്ന് സഭയ്ക്കുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠരായ പിതാക്കന്മാരാൽ രചിക്കപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട ശ്രേഷ്ഠമായ വിശുദ്ധ കുർബാനയുടെ അനഫോറകളാണ് ഇന്ന് പരിശുദ്ധ സഭയ്ക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് മറ്റു സഭകളെക്കാളും ഒക്കെ ഉള്ളതായ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. വിശുദ്ധ യാക്കോബിന്റെ അനാഫോറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അപ്പസ്തോലിക വിശ്വാസത്തിന് യാതൊരു മാറ്റവും വരുത്താതെ, ആരാധനക്രമങ്ങളിൽ കലർപ്പില്ലാതെ പരിശുദ്ധ സുറിയാനി സഭ ഇന്നും യാക്കോബിന്റെ തക്സ അല്ലെങ്കിൽ അനഫോറ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ സഭ ഇന്ന് ഉപയോഗിക്കുന്ന ഈ യാക്കോബിന്റെ അനഫോറ യെറുശലേമിൽ ഉത്ഭവിച്ച ആരാധനക്രമത്തിന്റെ വികസിതമായ രൂപമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആരാധനക്രമം യെറുശലേമിൽ ഉത്ഭവിച്ചതുകൊണ്ടും അവിടുത്തെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായും അതുപോലെ തന്നെ കർത്താവിന്റെ സഹോദരനുമായ വിശുദ്ധ യാക്കോബിന്റെ പേരിലാണ് ഈ അനഫോറ അറിയപ്പെടുന്നത്. ഈ അനഫോറയുടെ വ്യത്യസ്ത ഭാഷയിലുള്ള കൈയെഴുത്ത് പ്രതികൾ ഇപ്പോൾ ലഭ്യമാണ്. വിശുദ്ധ യാക്കോബിന്റെ അനാഫോറയുടെ ഏറ്റവും പഴയ ഗ്രീക്ക് കൈയെഴുത്ത് പ്രതിയും അതുപോലെ തന്നെ സുറിയാനി കൈയെഴുത്ത് പ്രതിയും 8 അല്ലെങ്കിൽ 9 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഇന്ന് ലഭ്യമാണ്. അതിനു മുമ്പുള്ളതായ അനാഫോറകള്, അതിനു മുമ്പുള്ളതായ കൈയെഴുത്ത് പ്രതികൾ ഇന്ന് അവൈലബിൾ അല്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 8-9 നൂറ്റാണ്ടുകളിൽ എഴുതിയിട്ടുള്ള കൈയെഴുത്ത് പ്രതികളാണ്. വിശുദ്ധ യാക്കോബിന്റെ അനാഫോറകളെ കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്ന ആദ്യത്തെ ആധികാരിക രേഖ എന്ന് പറയുന്നത് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ അരമനയിൽ AD 692 കൂടിയ ട്രൂളോ സുനദോസിന്റെ 32-ാം കാനോനിൽ പറയുന്ന കാര്യമാണ്. AD 692 കൂടിയ ഈ സുനദോസിൽ അതിന്റെ 32-ാം കാനോനിൽ പ്രതിപാദിക്കുന്നത് വിശുദ്ധ കാസായിൽ വെള്ളവും വീഞ്ഞും കലർത്തണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പം വിശുദ്ധ കാസായിൽ വെള്ളവും വീഞ്ഞും കലർത്തുന്നതിനെ കുറിച്ച് അത് പൂർണ്ണമായി സ്വീകരിച്ച് അതിന് വിരുദ്ധമായിട്ടുള്ളവയെ അന്നത്തെ ആ സുന്നതദോസ് തള്ളിക്കളയുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് യാക്കോബിന്റെ തെക്സായിൽ അല്ല അനാഫോറയിൽ വിവരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 7-ാം നൂറ്റാണ്ടിന് മുമ്പ് വിശുദ്ധ യാക്കോബിന്റെ അനാഫോറ സഭയുടെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ കാണുന്ന പ്രകാരം, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങളെ ക്രമീകരിച്ചിരുന്നുവെന്നും ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യാക്കോബിന്റെ അനഫോറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടാണ്. അതായത് AD 62 അല്ലെങ്കിൽ AD 69 ആണ് കർത്താവിന്റെ സഹോദരനായ യാക്കോബ് രക്തസാക്ഷിത്വം പ്രാപിച്ചത്. അപ്പം അതിനു മുമ്പ് അദ്ദേഹത്താൽ രചിതമായതാണ് ഈ തെക്സ. വിശുദ്ധ യാക്കോബിനാൽ ഇത് എഴുതപ്പെട്ടുവെന്ന് സുറിയാനി സഭയിൽ മാത്രം കാണുന്ന പാരമ്പര്യമല്ല, മറിച്ച് ബൈസന്റൈൻ പാരമ്പര്യത്തിലും മറ്റ് ഗ്രീക്ക് രചയിതാക്കളിലും ഇതേ ആശയത്തോട് അവരുമൊക്കെ യോജിക്കുക. തന്നെയുമല്ല അർമേനിയൻ, എത്യോപ്യൻ, കോപ്റ്റിക്, സ്ലൊവോണിക്, ജോർജിയൻ ഭാഷകളിലേക്ക് ഈ തെക്സ, ഈ അനാഫോറ
വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ അനാഫോറയെക്കുറിച്ച് സഭയുടെ പിതാവായ പരിശുദ്ധനായ ദിവന്യാസോസ് ബർസലേബി പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്: ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ചതിന് ശേഷമുള്ള ബുധനാഴ്ച യാക്കോബ് ശ്ലീഹ ബലി അർപ്പിച്ചു. ഇത് ഇപ്പോൾ നാം അനുഷ്ഠിക്കുന്ന ബലിയിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഉള്ളതല്ല. അത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: കർത്താവ് ജീവിക്കുന്നു, ഞാനൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, ഞാനൊന്നും നീക്കിക്കളഞ്ഞിട്ടുമില്ല, കർത്താവിൽ നിന്ന് ഞാൻ കേട്ടത് മാത്രം. ഇതാണ് ദിവന്യാസോസ് ബർസലേബി യാക്കോബിന്റെ ഈ അനാഫോറയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതാണ് ആദ്യത്തേതും പുരാതനവുമായ വിശുദ്ധ കുർബാനയുടെ അനഫോറ എന്ന് സഭ പറയുന്നതും ആ യാക്കോബ് ശ്ലീഹ പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ബുധനാഴ്ച ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുവെന്നും സഭാപിതാക്കന്മാര് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്നത്തെ രൂപത്തിലും ഘടനയിലും വിശുദ്ധ യാക്കോബിന്റെ അനാഫോറ 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായി എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് കാലോചിതമായ എഡിറ്റിങ്ങുകൾ, തിരുത്തലുകൾ ഒക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കണ്ടന്റുകളോ അതിനകത്ത് ഉൾപ്പെട്ടതായ കാര്യങ്ങളോ മാറ്റമില്ലാതെ ഇത് ഇന്നും സഭയിൽ ഉപയോഗിക്കുകയാണ്. എന്നാൽ എന്നാണ് കൃത്യമായിട്ടും ഇത് എഴുതപ്പെട്ട കാലഘട്ടം എന്നതിനെക്കുറിച്ച് ഇന്ന് പണ്ഡിത ലോകത്തിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അഭിപ്രായ ഐക്യമില്ല. 3-4 നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് അവരും കരുതുകയാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യാക്കോബ് അർപ്പിച്ചതായ ആ പ്രാർത്ഥനകൾ, ആ അനഫോറ, ആ പ്രാർത്ഥനകൾ വെച്ചുകൊണ്ട് അത് ആരംഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. അതായത് ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ച്. ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഒരു ആമുഖം, ഇൻട്രഡക്ഷനാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരുക്കം തലേ ദിവസം സന്ധ്യയ്ക്ക് തന്നെ ആരംഭിക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അപ്രകാരമാണ് അത് ചെയ്യുന്നത്. സഭ പറയുന്നത് സന്ധ്യ മുതലുള്ള എല്ലാ കാനോനിക പ്രാർത്ഥനകളും വൈദികരും വിശ്വാസികളും അതുപോലെ തന്നെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതായ ശമാശന്മാരും പൂർത്തീകരിക്കണം. പരിശുദ്ധ സുറിയാനി സഭയിൽ ഞായറാഴ്ച രാവിലെ ആണ് ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഈ സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഞായറാഴ്ച രാവിലെ ഈ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് രാത്രി നമസ്കാരത്തോടു കൂടിയാണ്. തുടർന്ന് പ്രഭാതം, 3-ാം മണി, 6-ാം മണി എന്നീ നമസ്കാരങ്ങൾ തികച്ച ശേഷം പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പ്രവേശിക്കുകയാണ്. അല്ല, വൈദികൻ അതിനുവേണ്ടി ഒരുങ്ങി വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം യാമപ്രാർത്ഥനകൾ അല്ലെങ്കിൽ കാനോന നമസ്കാരങ്ങൾ വൈദികർക്ക്, ഷമ്മാശന്മാർക്ക്, ശുശ്രൂഷകർക്കും ആയി നടത്തുവാനുള്ളതല്ല. വിശ്വാസികളും സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കേണ്ടതാണ്. അപ്പം എല്ലാവരും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥനകളൊക്കെ പൂർത്തിയാക്കിയിട്ട് വേണം ഈ ആരാധനയിൽ സംബന്ധിക്കേണ്ടത്. പരിശുദ്ധ സഭയിൽ 6-ാം മണി നമസ്കാരത്തിന്റെ തുടർച്ചയായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. പ്രഭാതത്തിൽ ഈ നമസ്കാരങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പുരോഹിതൻ ഒരുക്ക ശുശ്രൂഷയ്ക്കായി, അല്ലെങ്കിൽ തുയോബോ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം തന്നെ ഒരുക്കമെന്നാണ്. തുയോബോ ശുശ്രൂഷയ്ക്കായിട്ട്, ആ ഒരുക്ക ശുശ്രൂഷയ്ക്കായിട്ട് വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നു. മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് രാവിലെ പള്ളിയിൽ വരുന്നവർക്കൊക്കെ കാണാം. ആ സമയത്ത് പുരോഹിതൻ മദ്ബഹായിൽ കയറി മദ്ബഹായുടെ പടിഞ്ഞാറ് വശത്ത് വന്നു നിന്ന്, തെക്ക് വശത്തൂടെ കയറി പടിഞ്ഞാറ് വശത്ത് വന്നു നിന്ന് ജനത്തിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് തൻ്റെ കൈകൾ വിടർത്തി തല വണങ്ങിക്കൊണ്ട് ശുഭക്കോനോ ചോദിക്കുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മാപ്പപേക്ഷയായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഒരു ക്ഷമാപണം,
വൈദികനും അതുപോലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരും അന്യോന്യവും ദൈവത്തോടും ചെയ്തിട്ടുള്ളതായ തിന്മകളെ ക്ഷമിക്കപ്പെട്ട് ശുദ്ധീകരണത്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി ഈ ബലി അർപ്പിക്കുവാൻ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നു എന്നിത് കാണിക്കുകയാണ്. അപ്പം വൈദികനും അതുപോലെ അവിടെ കൂടി വന്നിരിക്കുന്ന ഇടവക ജനങ്ങളും തമ്മിലുള്ളതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ദൈവത്തോട് നിരപ്പായി ആ ശുശ്രൂഷ അർപ്പിക്കുവാൻ തന്നെ ദൈവം പ്രാപ്തനാക്കുന്നതിന് വേണ്ടി ആ ക്ഷമായാചനയോടുകൂടിയാണ് പുരോഹിതൻ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അശുവക്കോനോ അവിടെ ചോദിക്കുന്നത്. പുരോഹിതൻ മദ്ബഹായിൽ പ്രവേശിച്ച് ഉടനെ തന്നെ നമ്മൾ തിരശ്ശീലയിടുന്നു, അപ്പവീഞ്ഞുകൾ ഒരുക്കി വെക്കുകയും അതിനുശേഷം മറ്റ് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് ഈ ശുശ്രൂഷയിലാണ്. ദീർഘമായ ഒരു ശുശ്രൂഷയാണ് ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നത്. അവിടെ ഈ ശുശ്രൂഷയിൽ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ ദേവാലയത്തിൻ്റെ സ്ഥാപകൻ്റെയും ഒക്കെ പേരുകൾ അവരുടെയൊക്കെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ശുശ്രൂഷയുടെ സമയത്ത് നടക്കുന്നുണ്ട്. ഒരുക്ക ശുശ്രൂഷയിൽ കാർമ്മികനല്ലാതെ മറ്റാരും നേരിട്ട് പങ്കെടുക്കുന്നില്ല. അവിടെ ആ കാർമ്മികനായ പുരോഹിതനെ സഹായിക്കുന്നതിന് വേണ്ടി ശമാശന്മാരൊക്കെ വിശുദ്ധ മദ്ബഹായിൽ അല്ലെങ്കിൽ അതിന് അസൈൻ ചെയ്ത ആളവിടെ കാണും. എന്നാൽ ആ ശുശ്രൂഷയിൽ മറ്റ് പങ്കാളിത്തമാർക്കുമില്ല. ആ പുരോഹിതൻ തന്നെയാണ് കർമ്മങ്ങളൊക്കെയും നിർവഹിക്കുന്നത്. എന്നാൽ വിശ്വാസികളുടെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തലവനായി നിന്നുകൊണ്ട് വൈദികൻ മദ്ബഹായിൽ പ്രവേശിച്ച് അവർക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ടിയും അതിലെ വിശ്വാസികൾക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഒരുക്ക ശുശ്രൂഷ നടത്തുന്നത്. എന്നാൽ സുറിയാനി പാരമ്പര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വൈദികർ മാത്രമാണ് ഈ കർമ്മത്തിൽ പ്രധാനമായിട്ടും അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്ന കാർമ്മികനാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ സുറിയാനി പാരമ്പര്യത്തിൽ വിശുദ്ധ മദ്ബഹാ ശുശ്രൂഷകർ എന്നൊരു കൂട്ടം ഇല്ല. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയാറുണ്ട് മദ്ബഹായിലെ ശുശ്രൂഷകര്, ആൾട്ടർ ബോയ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് സഭയുടെ രീതി അനുസരിച്ച് അങ്ങനെ ഒരു സിസ്റ്റം സഭയിലില്ല. സഭയുടെ ആരാധനയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് കാർമ്മികൻ, രണ്ടാമതായിട്ടൊരു ഷമ്മാശൻ. ആ ഷമ്മാശന്മാരിലെ വിവിധ ഗണങ്ങളുണ്ട്. സമറോനോ ഉണ്ട്, അവര് ഗായകര്, അതുപോലെ കോറൂയോ വായനക്കാര്, അതുപോലെ എഫുദിയക്കനോ വാതിൽ കാവൽക്കാരൻ, പിന്നീട് ശംശോനോ പൂർണ്ണ ഷമ്മാശൻ. അങ്ങനെ ഡിഫറെന്റ് ഓർഡറിലുള്ളവരുണ്ട്. അവര് ഇപ്പൊ കാർമ്മികന്, ആ ഷമ്മാശന്, അതുപോലെ തന്നെ വിശുദ്ധ വിശ്വാസികളുടെ സമൂഹം അൽമായക്കാർ, ഇവർ മൂന്നും കൂടെ കൂടിയാണ് ഈ ശുശ്രൂഷ, ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അപ്പം ഷമ്മാശനാണ് എപ്പോഴും ഒരു പുരോഹിതന്റെ സഹായിയായി ആ വിശുദ്ധ മദ്ബഹായിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിലും പ്രത്യേകമായി ഷമ്മാശന്മാരെ അതിനുവേണ്ടി അസൈൻ ചെയ്തിട്ടില്ലാത്തതിനാലും ലഭിക്കാത്തതിനാലും ഒക്കെയാണ് ഈ വിശുദ്ധ മദ്ബഹായിൽ ഓൾട്ടർ ബോയ്സ് ആയിട്ട് നമ്മൾ ശുശ്രൂഷകരെ പങ്കെടുപ്പിക്കുന്നത്. അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്നത്. അപ്പം ശുശ്രൂഷകരെ വിവിധ ഗണങ്ങളായി തിരിച്ച് അവർക്ക് ഓരോരുത്തർക്കും, ഈ ശമാശന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അവരുടെ ആ ക്രമമനുസരിച്ച് അവർക്ക് നൽകിയിരിക്കുന്ന ആ ഓർഡിനേഷന്റെ ക്രമമനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടതായ ജോലികൾ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അവർ ചെയ്യണം. വിശുദ്ധ മദ്ബഹായിൽ കാർമ്മികനെ സഹായിക്കേണ്ടത് ഒരു പൂർണ്ണ ശമ്മാശനാണ്. മറ്റുള്ളവർ ആരാധനാ സമൂഹത്തെ പരിപാലിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ശമ്മാശന്മാരെ ലഭിക്കാത്തതുകൊണ്ട് ശുശ്രൂഷകരായിട്ട് നമ്മൾ അവരെ ഉപയോഗിക്കുന്നു. വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകൻ, അല്ലെങ്കിൽ നമ്മൾ നാട്ടില് കപ്പിയാർ എന്നൊക്കെ പറയുന്ന ഒരാളെ ഇതിനു വേണ്ടി അസൈൻ ചെയ്ത് ആളാണ് ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സഭയുടെ രീതി അനുസരിച്ച് ശമ്മാശനാണ് ഈ വിശുദ്ധ കുർബാനയിലെ പുരോഹിതനെ അസിസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവർ നല്ല പ്രാർത്ഥന ജീവിതമുള്ളവരായിരിക്കണം. ആർക്കും കയറി എന്ന് ചെയ്യാവുന്ന ഒരു സ്ഥലമല്ല വിശുദ്ധ മദ്ബഹാ എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്ന വ്യക്തികൾ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. മദ്ബഹാ, കാരണം മദ്ബഹാ മറ്റുള്ള ഹൈക്കലായിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ വിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന സ്ഥലമാണ്. അത് വിശുദ്ധമാണ്, വെടിപ്പുള്ളതാണ്. അപ്പൊ അവിടെ പ്രവേശിക്കുന്നവര് ആത്മശുദ്ധി പോലെ തന്നെ തങ്ങളുടെ ശരീരശുദ്ധിയും കാത്ത് സൂക്ഷിക്കേണ്ടതാണ്.
വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകരെ ധരിക്കുന്നതായ ഇന്ന് ഇവിടേക്കാണെങ്കിൽ പാൻസ്, ഷർട്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകളൊക്കെ കഴിവതും വെള്ള നിറത്തിലുള്ളതായിരിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ. വെണ്മയോടുകൂടി ശുഭ്രവസ്ത്രധാരിയായി ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കണം. മറ്റ് കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചു വരാതെ കഴിവതും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആ ഞായറാഴ്ചയുടെ ആ വിശുദ്ധിയോടുകൂടി വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷിക്കുവാൻ അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇന്ന് മദ്ബഹായിൽ പ്രവേശിക്കുന്നവരെല്ലാം അവർക്കെല്ലാം ആ മദ്ബഹായോടൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് വിശുദ്ധിയായിട്ട് സൂക്ഷിക്കുക, അത് വെടിപ്പായിട്ട് സൂക്ഷിക്കുക, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇത് പലപ്പോഴും ഇന്ന് കാണുന്നത് ആരുടെയൊക്കെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു പലരുടെ ഉത്തരവാദിത്വമാണെന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും മദ്ബഹായിലെ ശുശ്രൂഷകരെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവിടെ കയറുന്നവരെ സൂക്ഷിക്കാൻ സഹായിക്കുന്നവരെ ആ വിശുദ്ധ മദ്ബഹായെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനുള്ള ചുമതല അവർക്കുണ്ട്. അതുപോലെ ശുശ്രൂഷ കുപ്പായങ്ങളൊക്കെ ധരിച്ച് ആ ശുശ്രൂഷ കുപ്പായങ്ങളൊക്കെ നല്ല വെടിപ്പോടുകൂടി സൂക്ഷിച്ച് വേണം അവർ ധരിക്കുവാൻ. പലപ്പോഴും കരി പറ്റിയത്, ചെളി പറ്റിയത്, അല്ലെങ്കിൽ ബട്ടൺസ് ഇല്ലാത്തത്, ഈ ഫ്രണ്ടിലെ ബട്ടൺസ് ഒക്കെ തുറന്ന് ഇങ്ങനെ അലക്ഷ്യമായി നമുക്ക് ചെയ്യുവാനുള്ള ഒരു സ്ഥലമോ ശുശ്രൂഷിക്കുവാനുള്ള ഒരു സ്ഥലമോ അല്ല വിശുദ്ധ മദ്ബഹ. നമ്മളെ അറിയാമല്ലോ, ചില ഫംഗ്ഷനൊക്കെ നമ്മൾ പോകും, വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ പോകും. അല്ലെ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ മദ്ബഹായിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ആ സർവീസിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, അവരുടെ ഡ്രസ്സ് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അവർ ശുശ്രൂഷ കുപ്പായമൊക്കെ നല്ലതായിട്ട് ധരിച്ച് നല്ല വെടിപ്പോടുകൂടി അതിൻ്റെ ബട്ടൺസൊക്കെ ഭംഗിയായിട്ട് ഇട്ട് വേണം അവർ. കാരണം രാജാതിരാജനായ ദൈവത്തിൻ്റെ മദ്ബഹായിലെ ശുശ്രൂഷയാണ്. ആ ഒരു ചിന്തയോടുകൂടി അവർ നിൽക്കണം. അതുപോലെ തന്നെ ഈ ശുശ്രൂഷ കുപ്പായം ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഈ വട്ടം കറങ്ങി നടക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശുദ്ധ മദ്ബഹായിൽ ചെയ്യരുത്. അതൊക്കെ ആ സമയാസമയങ്ങളിൽ വേണ്ടതായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വേണം ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. അതുപോലെ തന്നെ വിശുദ്ധ മദ്ബഹായുടെ തറ, ത്രോണോസ്, അതുപോലെ മെഴുകുതിരികൾ, അവിടെ വെക്കുന്ന കുരിശുകൾ, വിരികൾ, തൂവാലകൾ, ഇതൊക്കെ വെണ്മയായിട്ട് വെടിപ്പായിട്ട് സൂക്ഷിക്കുവാൻ ഈ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ കഴുകുകയും അതൊക്കെ തുടയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യണമേ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയിൽ നേരത്തെ വരണം. ഇത് മിക്കവാറും അച്ഛൻ കയറി മദ്ബഹായിൽ പ്രവേശിച്ച് ഒരുക്ക ശുശ്രൂഷയ്ക്ക് തുയോവെ കയറി കഴിഞ്ഞാൽ ശുശ്രൂഷകർ വരുന്നത്. അപ്പോൾ ഇത് വല്ലതും സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പേരൻസ് പ്രത്യേകമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശുശ്രൂഷകര് എല്ലാ യാമപ്രാർത്ഥനകളും പൂർത്തീകരിച്ചിട്ട് വേണം വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കാവും. അതുപോലെ തന്നെ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവര് ദേവാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. എപ്പോഴെങ്കിലും വന്ന് ഓടിക്കയറാവുന്ന ഒരു സ്ഥലമല്ല. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, തിയേറ്ററിലൊക്കെ ലേറ്റായിട്ട് വരും, ടിക്കറ്റ് എടുത്ത് ഓടിക്കയറുന്ന പോലെ ഓടിക്കയറാവുന്ന ഒരു സ്ഥലമല്ല വിശുദ്ധ മദ്ബഹ എന്ന് നാം തന്നെ സ്വയം ചിന്തിക്കണം. അത് മനസ്സിലാക്കി അതിന് വേണ്ടതായ ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശുശ്രൂഷക്കാരെല്ലാം ദേവാലയത്തെത്തി ശുശ്രൂഷ കുപ്പായം ധരിച്ച് ക്രമപ്രകാരമുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വിശുദ്ധ മദ്ബഹായുടെ തെക്ക് വശത്തുകൂടി മദ്ബഹായിൽ പ്രവേശിച്ച് വിശുദ്ധ ത്രോണോസ്, അവിടെ ഉള്ളതായ ഏവങ്കേലിയോന് ഒക്കെ മുത്തി, വിശുദ്ധ ത്രോണോസും ഏവങ്കേലിയോനും ഒക്കെ മുത്തി വടക്ക് വശത്തൂടെ ഇറങ്ങി ഹൈക്കലായിൽ വന്നിട്ട് വേണം പ്രഭാത നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ടത്. ചിലയിടത്തൊക്കെയും ചില അസൗകര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ചിലയിടത്തൊക്കെ വിശുദ്ധ മദ്ബഹായാണ് ഡ്രസ്സിംഗ് റൂം. അവിടെ കയറി ഈ കുപ്പായം എല്ലാം ഇട്ട് അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു രീതികളൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, മദ്ബഹ ഒരു ഡ്രസ്സിംഗ് റൂം അല്ല. ശുശ്രൂഷ കുപ്പായമില്ലാതെ അവിടെ പ്രവേശിക്കാൻ നമുക്ക് അനുവാദമില്ല. ശുശ്രൂഷ കുപ്പായം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ക്രമീകരണ സഭയ്ക്കില്ല. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിലാണ് അത് ചെയ്യുന്നത്. ഒരു ശമ്മാസിനെ പട്ടം കൊടുക്കുമ്പോൾ ആ ശമ്മാസിന്റെ പട്ടം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. വിശുദ്ധ മദ്ബഹായിൽ ഊറാറയില്ലാതെ നീ പ്രവേശിക്കുവാനായിട്ട് പാടില്ല. ആ ഒരു നിർദ്ദേശമാണ് സഭ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഷമ്മാസിനെ ഊറാറയില്ല, ഊറാറെന്ന് നമുക്കറിയാമല്ലോ, അവരുടെ ശുശ്രൂഷ കുപ്പായത്തിന്റെ പുറത്തൂടെ കെട്ടുന്നത്. ആ ഊറാറയില്ലാതെ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കാൻ ഒരു ഷമ്മാസിന് അധികാരമില്ലാതിരിക്കെ അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് ആ ശുശ്രൂഷ കുപ്പായം ധരിക്കാതെ
വിശുദ്ധ മദ്ബഹായിൽ കയറുവാൻ അനുവാദമില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡ്രസ്സിൽ അവിടെ കയറുവാൻ അനുവാദമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. സാന്ദർഭികമായി ഇതിനോട് കൂടി അത് പറഞ്ഞു വന്നതാണ്. അപ്പം ഒരുക്ക ശുശ്രൂഷ അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. 4-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരുക്ക ശുശ്രൂഷ ഒരു രീതി ഇപ്രകാരമായിരുന്നു. വിശ്വാസികൾ അന്ന് 4-ാം നൂറ്റാണ്ട് ഒക്കെ ഉള്ളതായ ഒരു രീതികൾ, അതായത് വിശ്വാസികൾ വീടുകളിൽ നിന്ന് അപ്പവീഞ്ഞുകളെ കൊണ്ടുവന്ന് ശമാശന്മാരെ ഏൽപ്പിക്കുന്നു. കുർബാനയുടെ ആരംഭത്തിൽ ശമാശന്മാർ അതിൽ നിന്ന് 1, 2, 3 എടുത്ത് മറ്റ് ശമാശന്മാരുടെ സാന്നിധ്യത്തിൽ ആഘോഷമായി ത്രോണോസിൽ കൊണ്ടുവരുന്നു. അപ്പവീഞ്ഞുകളുടെ ആഘോഷമായ ഈ പ്രദക്ഷിണം ഇത് ബൈസന്റിയൻ ചർച്ചിലൊക്കെ വലിയ പ്രവേശനം, ഗ്രേറ്റ് എൻട്രൻസ് എന്ന ചടങ്ങായി പിന്നീട് രൂപപ്പെടുകയാണ്. അപ്പൊ അന്ന് വീടുകളിൽ നിന്നാണ് ഈ അപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിശുദ്ധ ആരാധനയ്ക്ക് 4-ാം നൂറ്റാണ്ടിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പസ്തോലിക പ്രമാണങ്ങളിലും ത്രോണോസിങ്കൽ മെത്രാപ്പോലീത്തായുടെ അടുത്ത് ശമാശന്മാർ അപ്പവീഞ്ഞുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ രീതികൾ അപ്രകാരമുള്ളതായിരുന്നു. എന്നാൽ വിവിധ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഒരുക്ക ശുശ്രൂഷയുടെ ക്രമത്തിനും വ്യത്യാസമുണ്ടായി. അന്നൊക്കെ ചെറിയ ഒരു ക്രമമായിരുന്ന ഒരുക്ക ശുശ്രൂഷ പിന്നീട് അതിലെ പ്രാർത്ഥനകളുടെ എണ്ണം കൂടി, ആ ശുശ്രൂഷയുടെ ദൈർഘ്യം കൂടി, പിന്നെ പഴയ പല കൈയെഴുത്തുകളിലും പരാമർശിക്കുന്ന പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടായി. ഇന്ന് കാണുന്ന രൂപത്തിൽ അത് സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പൊ 14-ാം നൂറ്റാണ്ടിന് ശേഷം ഒരുക്ക ശുശ്രൂഷയെ ഒരു പ്രത്യേക ക്രമമായിട്ട് കാണുകയും അപ്രകാരം ആ ക്രമം വികാസം പ്രാപിക്കുകയും ഒരുക്ക ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ എന്ന ഒരു വിഭജനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പം മറയിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നു. അതിനുശേഷം മറ മാറ്റുമ്പോൾ ഉള്ളത് പരസ്യ ശുശ്രൂഷ. അങ്ങനെ ഒരു 2 രൂപത്തിലുള്ള ഒരു ശുശ്രൂഷയായിട്ട് അതിനെ പിന്നീട് അങ്ങനെ ഒരു ഡിവിഷൻ, അങ്ങനെ ഒരു വിഭജനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഈ ഒരുക്ക ശുശ്രൂഷയെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതിലെ ഒന്നാമത്തെ ഭാഗത്തിന് മൽക്കിസദേക്കിന്റെ ക്രമമെന്നും 2ാമത്തെ ഭാഗത്തിന് അഹ്റോന്റെ ക്രമമെന്നും വിളിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിന് മൽക്കിസദേക്കിന്റെ ക്രമമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായി പുറപ്പെട്ടു വന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-18. അപ്പം അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നുവെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില്, യെരമ്യാ ദീർഘദർശിയുടെ പുസ്തകം 41-5, സങ്കീർത്തനം 76-2 ഈ ശാലോമിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ശാലോം എന്ന് പറയുന്നത് യെറുസലേമിന്റെ പഴയ പേരാണ്. യെറുസലേമിലും യഹൂദന്മാരുടെ തർഗൂമിലും അതുപോലെ തന്നെ കുമ്രാൻ രേഖകളിലും അതുപോലെ ചരിത്രകാരനായ ജോസഫസുമൊക്കെ ഇതിനോട് യോജിക്കുന്നുണ്ട്. യെറുസലേം, യെറുസലേം, ശാലേം, അതിന്റെ പഴയ പേരാണ് ശാലേം. അപ്പൊ അവിടെയുള്ള പുരോഹിതനായിരുന്നു മൽക്കിസദേക്ക്. അദ്ദേഹം അപ്പവീഞ്ഞുകളുമായി വന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ അപ്പവീഞ്ഞുകൾ ഒരുക്കി വെക്കുന്നത്. ഈ സമയത്ത് നടക്കുന്നത് കൊണ്ടാവാം ഈ ഭാഗത്തെ പ്രത്യേകമായിട്ട് മൽക്കിസദേക്കിന്റെ ക്രമമെന്ന് വിളിക്കുന്നത്. അപ്പം അപ്പവീഞ്ഞുകളുടെ ഒരുക്കമാണ് അവിടെ നടക്കുന്നത്. ഈ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അതിലെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൂടുതലും അനുതാപത്തിന്റെ പ്രാർത്ഥനകളാണ് ഈ ക്രമത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തോടുകൂടി മസമൂറയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. കൂടുതലായിട്ടും പുരോഹിതന്മാർക്ക് അറിയാം, അവരാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാകണമെന്നില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം ആ 51-ാം സങ്കീർത്തനത്തോടുകൂടി ആ പ്രാർത്ഥനകൾ ആരംഭിച്ച് പിന്നീട് അവരവിടെ വിശുദ്ധ മദ്ബഹായില് പിലാസയില് അപ്പം ക്രമീകരിക്കുകയാണ്. അപ്പൊ ഈ അപ്പം ക്രമീകരിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ആ പ്രാർത്ഥന നമ്മൾ യെശയ്യാ പ്രവചന 53-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ആ പ്രാർത്ഥന ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതോട് മുമ്പാകെ മൗനമായിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. അപ്പം ഈ പ്രാർത്ഥനയാണ് അവിടെ ചൊല്ലുന്നത്. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നതോട് മുമ്പാകെ
മൗനമായി നിൽക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. അപ്പം ഈ പ്രാർത്ഥന യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഉള്ളതാണ്. അപ്പം ആ പ്രാർത്ഥനയാണ് അവിടെ ഈ അപ്പം പീലാസയിൽ വെക്കുന്നതിന് മുമ്പായി പുരോഹിതൻ ചൊല്ലുന്നത്. അതിനോട് ചേർന്ന് തന്നെ പുരോഹിതൻ ഒരു പ്രാർത്ഥനയോട് ചൊല്ലുന്നുണ്ട്, കർത്താവേ, നിന്റെ കൈകൾ കൊണ്ട് നിന്റെ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരിക്കണമേ, കർത്താവ് എന്നേക്കും വാഴട്ടെ. ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗത്തോട് ചേർന്ന് ഈ പ്രാർത്ഥനയോട് ചൊല്ലിയാണ് ഈ അപ്പത്തെ അവിടെ ആ പീലാസയിൽ വെക്കുന്നത്. യെശയ്യാ പ്രവചനം 53-ന്റെ 7-ാമത്തെ വാക്യം. അപ്പം അങ്ങനാണ് ഈ അപ്പം അവിടെ ക്രമീകരിക്കുന്നത്, പീലാസയിൽ ക്രമീകരിക്കുന്നത്. ഇതെല്ലാം മറയിട്ടത് കൊണ്ട് വിശ്വാസികൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധ സഭ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് അതാത് ദിവസം തയ്യാറാക്കിയ അപ്പമാണ്. ഇതിനെക്കുറിച്ച് തെല്ലയിലെ സഭാപിതാവായ തെല്ലയിലെ മോർ യൂഹാനോൻ പറയുന്നത് ഇപ്രകാരം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. സ്വർഗീയ അപ്പത്തിന്റെ രഹസ്യം മന്നായെക്കുറിച്ചുള്ളതുപോലെയാകുന്നു. അതത് ദിവസത്തേക്കുള്ളത് അന്നന്ന് നിങ്ങൾ പെറുക്കിക്കൊള്ളണമെന്നും അത് പ്രഭാതത്തിലേക്ക് ശേഷിപ്പിക്കരുതെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് 2 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കുർബാനയപ്പം അത് പാകം ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾ അർപ്പിക്കണം. ജനങ്ങളുടെ എണ്ണമനുസരിച്ച് അത് കൊണ്ടുവരണം. ഇതാണ് തെല്ലയിലെ മോർ യൂഹാനോൻ പറയുന്നത്. അപ്പം ഈ അപ്പം സ്വർഗീയ അപ്പത്തിന്റെ രഹസ്യം മന്ന പോലെയാണ്. അതത് ദിവസം മന്ന പെറുക്കി പ്രഭാതത്തിൽ അത് ശേഷിപ്പിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നതായ കുർബാന അപ്പം അത് പാകപ്പെടുത്തുന്ന ദിവസം തന്നെ അത് അർപ്പിക്കണമെന്നും ജനത്തിന്റെ എണ്ണമനുസരിച്ച് അത് കൊണ്ടുവരണമെന്നും തെല്ലയിലെ മോർ യൂഹാനോൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെ പഠിപ്പിക്കുന്നു. അപ്പം ഈ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചുവല്ലോ, ആദിമകാലങ്ങളിൽ ഭവനങ്ങളിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ശമാശന്മാരെ ഏൽപ്പിച്ച് അത് ആഘോഷമായ വിശുദ്ധ മദ്ബഹയിൽ അവർ കൊണ്ടുവച്ച് ആ അപ്പം ഉപയോഗിച്ചായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് അപ്രകാരം കൊണ്ടുവരണമെന്ന് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ മിക്കവാറും നമ്മുടെ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരത് ഉണ്ടാക്കി അവരാണത് കൊണ്ടുവരുന്നത്. അപ്പം ഈ അപ്പം പീലാസയിൽ വെക്കുന്നതിന്റെ ക്രമീകരണത്തെക്കുറിച്ചും സഭാപിതാവായ മോർ ക്ലീമീസ് തന്റെ ആദ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് ആ പരിശുദ്ധ പിതാവ് ഇതേക്കുറിച്ച് പറയുന്നത്. തൃത്വത്തിന്റെ പൂർത്തീകരണത്തിനായി ശനിയാഴ്ച മാത്രം 3 അപ്പങ്ങൾ അർപ്പിക്കാം. ഏവൻഗേലിയോന്റെ പൂർത്തീകരണത്തിനായി ഞായറാഴ്ച 4 അപ്പങ്ങൾ അർപ്പിക്കാം. എന്നാൽ ഇതാണ് അദ്ദേഹത്തിന്റെ എത്ര അപ്പം ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം മോർ ക്ലീമീസ് പറയുന്നത് തന്റെ ആദ്യ പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബർസലീബി പറയുന്നുണ്ട്, വചനം ഏകമാകുന്നത് കൊണ്ട് ഒരപ്പവും ദൈവത്വവും മനുഷ്യത്വവും കാണിച്ചുകൊണ്ട് 2 അപ്പവും നമ്മൾ സമർപ്പിക്കുന്നു. അപ്പം 1, 2, 3, 4 അപ്പം നമുക്ക് വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം. അത് അതായതിന്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതാതിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ആ കാര്യങ്ങളെ ക്രമീകരിക്കാമെന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഞ്ഞും വെള്ളവും കലർത്തിയ കാസ, ആ കാസ എപ്പോഴും പീലാസയുടെ കിഴക്ക് വശത്താണ്, അല്ലെങ്കിൽ ത്രോണോസിന്റെ കിഴക്ക് ഭിത്തിയോട് ചേർന്നാണ് കാസ വയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവിന്റെ വിലാപ്പുറത്ത് നിന്ന് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ തന്റെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകിയതായ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കർത്താവിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവുമാണ് വീഞ്ഞും വെള്ളവുമായി കലർത്തുന്നത്. അത് മദ്ബഹായുടെ കിഴക്കേ ഭിത്തിയോട് ചേർത്ത് വെക്കുന്നത് കർത്താവ് ആ കിഴക്കിന്റെ ആ വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ കർത്താവിന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ ആ കാസ അല്ലെങ്കിൽ ആ രക്തവും വെള്ളത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് കിഴക്ക് വശത്ത് അത് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൽക്കിസദേക്കിന്റെ ക്രമം അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷയുടെ ആദ്യത്തെ ക്രമം എന്ന് പറയുന്നത്. ഇതിന്റെ 2ാമത്തെ ക്രമം എന്ന് പറയുന്നത് അഹ്റോന്റെ ക്രമമാണ്. ഇതിനെ അഹ്റോന്റെ ക്രമം എന്ന് വിളിക്കുന്നത്, ഈ ക്രമത്തെ വിളിക്കുന്നു. ഈ ഭാഗത്താണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമികൻ
പൂർണ്ണ അംശവസ്ത്രങ്ങളെ ധരിച്ച് അംശവസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അഹ്റോന്റെ വസ്ത്രങ്ങളെക്കുറിച്ച്. അപ്പം ആ അംശവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദൈവമുമ്പാകെ സമർപ്പിച്ചു വെച്ചിരിക്കുന്നതായ അപ്പവീഞ്ഞുകളുടെ മറ്റ് ശുശ്രൂഷയിലേക്ക് ഈ ശുശ്രൂഷയിലാണ് കടക്കുന്നത്. അപ്പോൾ ഇത് അഹ്റോന്റെ ശുശ്രൂഷ എന്നിതിന് പറയുന്നതിന്റെ ഒരു കാരണം സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ജനം മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തപ്പോൾ ദൈവകോപം അവരുടെ മേലുണ്ടായി. അപ്പം മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കവന്നു വീണ് പ്രാർത്ഥിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ കവണു വീണു. മോശ അഹ്റോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിൽ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പാപപരിഹാരം കഴിക്കുക. അപ്പം ഈ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് ജനങ്ങളെ പിറുപിറുത്തപ്പോൾ ദൈവകോപം അവരുടെ മേലുണ്ടായി. അപ്പൊ മോശ അഹ്റോനും സമാഗമന കൂടാരത്തിനടുക്ക ചെന്ന് കവന്നു വീണ് കടന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവകോപം ഈ ജനത്തിന്റെ മേലുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അഹ്റോനോട് മോശ പറയുകയാണ്, നീ ധൂപകലശം എടുത്ത് അത് യാഗപീഠത്തിലെ തീയിട്ട് സുഗന്ധവർഗവുമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പാപപരിഹാര ക്രിയ ചെയ്യുക, അല്ലെങ്കിൽ ഈ ജനത്തെ ദൈവം നശിപ്പിക്കും, ദൈവം ശിക്ഷിക്കും. അപ്പം ഈ പുരോഹിതനും ഈ ഒരുക്ക ശുശ്രൂഷയിൽ ചെയ്യുന്നത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താൻ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് നിൽക്കുന്ന ആ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവിനോട് പാപപരിഹാര യാഗം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അഹ്റോന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ധൂപവുമായിട്ടാണ് ആദ്യത്തെ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ധൂപം എടുത്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയുമില്ല. അഹ്റോന്റെ ക്രമത്തിലാണ് ധൂപക്കുറ്റിയില് അല്ലെങ്കിൽ ധൂപം ഇട്ട് കരിയിട്ട് കുന്തിരിക്കം ഇട്ട് ആ ധൂപം വെച്ച് ആ പ്രാർത്ഥനകളെ ശുശ്രൂഷകളെ നിർവഹിക്കുന്നത്. അപ്പോൾ തുയോബയുടെ 1-ാം ഭാഗത്ത് അപ്പവീഞ്ഞുകൾ കാസായിലും ബീജാസയിലും ഒരുക്കി വെച്ചിരിക്കുന്നത് 2-ാം ശുശ്രൂഷയിൽ കാഴ്ചയായി സമർപ്പിക്കുകയാണ് ദൈവമുമ്പാകെ. ഇവിടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനത്തെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് മാലാഹയുടെ ദൂത് ഗബ്രിയേൽ മാലാഹയുടെ ദൂത്, അതുപോലെ കർത്താവിന്റെ ജനനം, കർത്താവിന്റെ സ്നാനം, കഷ്ടാനുഭവം, കുരിശാരോഹണം, മരണം, ശവസംസ്കാരം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പ്, ഇത്രയും കാര്യങ്ങളെ ഈ പ്രാർത്ഥനകളിൽ അപ്പോൾ നടക്കുന്ന പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം പറയുന്നത് ഇവയുടെ ഓർമ്മയുടെ ഈ സമയത്ത്, അപ്പം ഇത്രയും കാര്യങ്ങളുടെ ഓർമ്മയുടെ ഈ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സ്തോത്രബലി മൂലം ആദാം, ഹൗവ, അതുപോലെ തന്നെ പിന്നീട് ബാക്കി വരുന്നത് ആദാമും ഹൗവായും, ദൈവമാതാവ്, ദീർഘദർശിമാര്, സ്ലീഹന്മാര്, ഏവങ്കേലോസന്മാര്, സഗതന്മാര്, മൗദ്യാനന്മാര്, ഇഹീദായക്കാര്, അതുപോലെ തന്നെ നീതിമാന്മാര്, പട്ടക്കാര്, പരിശുദ്ധ സഭയുടെ പിതാക്കന്മാര്, അതുപോലെ തന്നെ സത്യ ഇടയന്മാര്, സത്യ ഉപദേഷ്ടകന്മാര്, അതുപോലെ ദേറാക്കാര്, ഇവരെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എത്ര പേരെയാണ് ആദാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രത്യേകമായിട്ട്, അതായത് കർത്താവിന്റെ ജനനം മുതൽ ഗബ്രിയേൽ മാതാവിന്റെ ദൂത് മുതൽ പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നത് വരെയുള്ള അതിന്റെ ഓർമ്മയുടെ ഈ സമയത്ത് ഇവരെല്ലാം ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആദാമും ഹൗവായും മുതൽ ഇന്നുവരെ, ആദ്യം മുതൽ ഇന്നുവരെ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. അപ്പം ഇവരെ എല്ലാം ഓർക്കുന്നതോടൊപ്പം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആദാം മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരെയും ഓർക്കുന്നു. അപ്പൊ ഇവിടെ ആ പുരോഹിതൻ, കർമാനുഷ്ഠകനായ പുരോഹിതന്റെ കൂടെ നിന്ന്, അപ്പോൾ ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഹൈക്കലായിൽ സാധാരണ പ്രഭാത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 3-ാം മണിയുടെ 6-ാം മണിയുടെ പ്രാർത്ഥനകൾ നടക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് പുരോഹിതൻ
അവിടെ കൂടി വന്നിരിക്കുന്ന തന്നോടുകൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ നമ്മൾ ഈ സമയത്ത് ദേവാലയത്തിൽ എത്ര പേരുണ്ട്? എപ്പോഴാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നത്? ഇവിടെ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോടുകൂടി ചേർന്ന് നിന്ന് ഈ ദേവാലയത്തിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കട്ടിലേ കിടന്ന് ഉറങ്ങുകയും അല്ലെങ്കിൽ വീട്ടിൽ ഒക്കെ ആയിരിക്കും. കാരണം നമ്മൾ വരുന്ന സമയം എപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതാർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്, എന്നോടൊപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ഇത് കാണുന്നുണ്ട്? എത്ര പേര് ഇതിൽ സംബന്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ വീഴ്ചകളെ ഇനിയും ഉണ്ടാകാതെ ഈ ശുശ്രൂഷകൾ ആദ്യോടന്ത്യം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ സമയത്ത് ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ സഭ മുഴുവനും വേണ്ടിയാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഭാഗങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ പേരുകൾ, ഇത് ഈ മാതാപിതാക്കളായ ആദാം ഹവ്വായ മുതലുള്ളവരുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 28-ന്റെ 6 മുതലുള്ള ഭാഗങ്ങളിൽ അവിടെ ലേവ്യ പുരോഹിതന്മാര് തങ്ങളുടെ അരകളിൽ ബന്ധിച്ചിട്ടുള്ള ഏഹോദിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന രീതിയും അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഏഹോദിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പുത്രന്മാരുടെ പേരുകൾ, അത് ഒരു കല്ലില് 6 പേരുടെ, ഒരെണ്ണത്തിൽ 6 പേരുടെ പേരുകൾ എഴുതി അത് ഏഫോദിൽ ചുറ്റി അതിൽ ഘടിപ്പിച്ച് അതിൽ ബന്ധിപ്പിച്ച് അതും വഹിച്ചുകൊണ്ടാണ് അഹ്റോൻ അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാർ അവിടെ ബലി അർപ്പിക്കുന്നത്. അപ്പം ഈ മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, പലതും യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് സഭ കോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെയും ബന്ധപ്പെടുത്തുന്ന അന്ന് ചെയ്തിരുന്ന ആ രീതിയോടനുബന്ധിച്ച് ആദിമകാലം മുതലുള്ളതായ ആദാം മുതലുള്ളതായ എല്ലാവർക്കും വേണ്ടി നമ്മളെ സഭ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓർക്കുന്നതും ഇതിനോട് ഇസ്രായേലിന്റെ പേരുകള് ലേവ്യ പുരോഹിതന്മാർ ഓർക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് സഭയിൽ സത്യവിശ്വാസികളായി ശുശ്രൂഷിച്ചിട്ടുള്ള നീതിമാന്മാരെ, പുരോഹിതന്മാരെ, പിതാക്കന്മാരെ, വേറാക്കാരെ ഒക്കെ ഓർത്ത്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ ഒക്കെ ഓർത്ത്, വാങ്ങിപ്പോയവരെയും ജീവനോടിരിക്കുന്നവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതോടൊപ്പം തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവിനോടും പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നത്. നമ്മൾ പേരുകൾ എഴുതി കൊടുക്കുന്ന ആ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്താണ്. ഈ സമയത്ത് നമ്മൾ സാധാരണ ദേവാലയത്തിൽ കാണാറില്ല. കാണുമോ? പലപ്പോഴും കാണാറില്ല. കാരണം ആ സമയത്തൊന്നും നമ്മൾ വന്ന് കാണത്തില്ല, നമുക്ക് വേറെ പല പരിപാടികളാണ്. അപ്പം ഈ സമയത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്ന പേരുകളൊക്കെ അവിടെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകമായിട്ട് നാം ചിന്തിക്കുക. അപ്പോൾ ദേവാലയത്തിൽ ആരാധന, നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിശുദ്ധ ദേവാലയത്തിൽ നാം വന്ന് സംബന്ധിക്കണം. അതുപോലെ പരിശുദ്ധ ദൈവമാതാവിനോട്, പരിശുദ്ധന്മാരോട്, ഏത് ദേവാലയമാണോ ആ ദേവാലയത്തിൽ പരിശുദ്ധന്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന. അതുപോലെ രോഗികളുടെ പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കുന്നത് ഈ തുയോവ ശുശ്രൂഷയിലാണ്. അതുപോലെ അനുതാപികളെ, അതുപോലെ നമ്മുടെ വാങ്ങിപ്പോയവര് ഒക്കെ, അതുപോലെ തന്നെ ഈ കുർബാന അർപ്പിക്കുന്ന പുരോഹിതന്റെ മാതാപിതാക്കള്, ചാർച്ചക്കാര്, അവരൊക്കെ ഈ സമയത്ത് ഇവിടെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ധൂപം വയ്ക്കുക. അപ്പം ആ വലിയ ഒരു സമയമാണ് ഈ ഒരുക്ക ശുശ്രൂഷയുടെ സമയം. അതുകൊണ്ട് അതിലേക്ക് നാം മടി കൂടാതെ ഏറ്റവും നേരത്തെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ, ഓർക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ആളുകളുടെ പേരുകളൊക്കെ എഴുതി കൊടുത്ത് അതിൽ പങ്കാളിയാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇപ്പം കാർമികനായ പുരോഹിത സ്ഥാനി നടത്തുന്ന ഒരുക്ക ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം വരെയുള്ള കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടം വരെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ പരസ്യമല്ലാത്ത കാലഘട്ടമായി ഇതിനെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഭാഗം ഈ ശുശ്രൂഷ നടത്തുമ്പോൾ വിശുദ്ധ മദ്ബായെ തിരശീല കൊണ്ട് മറച്ച് ആ ശുശ്രൂഷ നടത്തുവാൻ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം പിന്നീട് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്, അത് നമ്മൾ പിന്നീട് ക്ലാസ്സുകളിൽ വരുന്നുണ്ട്, നിന്നെ പ്രസവിച്ച മാതാവ് നിന്നെ മാമോദിസ നോക്കിയ യോഹന്നാനും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ തൊട്ടാണ് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പം അതുവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മറയപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കാം തിരശ്ശീല ഇട്ടുകൊണ്ട് പിതാക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നത്.
ഈ അനുസ്മരണ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രഭാത പ്രാർത്ഥന നമ്മൾ ഈ സമയത്ത് നടത്തുന്നുണ്ട്. ഈ പ്രാർത്ഥനകളിൽ അവസാനം നമ്മൾ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പഴമ നിയമം വായിക്കുന്ന ഒരു രീതിയുണ്ട് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന്. അപ്പം ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അതിൽ നിന്ന് വായിക്കുന്നതിനെ കുറിച്ച് പൗലോസ് എബ്രായ ലേഖനത്തിൽ പ്രകാരം പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം പ്രവാചകന്മാരിലൂടെയാണ് ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നത്. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ വരവും തന്റെ ജനനവും തന്റെ ക്രൂശീകരണവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പ്രവാചകന്മാർ മുഖേന നമ്മളെ പഠിപ്പിച്ചിരുന്നു. അപ്പം അതിനെ അനുസ്മരിപ്പിക്കുന്നതനുസരിച്ചാണ് പഴയ നിയമം ഈ സമയത്ത് വായിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. ദൈവം മുമ്പ് നമ്മുടെ പിതാക്കന്മാരുടെ ഭാഗമായും വിവിധ ദൃഷ്ടാന്തങ്ങളിൽ സംസാരിച്ചു. ഈ അവസാന കാലത്താകട്ടെ തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ പറയുകയാണ്, ദൈവം മുമ്പ് പിതാക്കന്മാരോട് ഭാഗമായും വിവിധ ദൃഷ്ടാന്തങ്ങളിലും സംസാരിച്ചു. അതെ, പല പ്രവാചകന്മാരെ കൊണ്ട് പല കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതായ ദൂതുകളെ നൽകി, വിവിധ ദൃഷ്ടാന്തങ്ങളെ നമുക്ക് നൽകി. ഈ അവസാന കാലത്താകട്ടെ തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ആ പുത്രന്റെ വരവ് അതിനു മുമ്പ് പ്രവാചകന്മാരുടെ കാലത്തുള്ള നമ്മോടുള്ള ദൈവത്തിന്റെ സംസർഗത്തെ, ദൈവത്തിന്റെ ആ സംസാരത്തെ, നമ്മൾക്ക് കാണിച്ചു തന്ന ദൃഷ്ടാന്തത്തെ പഴയ നിയമ വായന ചൂണ്ടിക്കാണിക്കുന്നു. അത് അതിനെ സിംബലൈസ് ചെയ്യുന്നുവെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതേ ഉള്ളൂ. യേശു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാൻ വരുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് മറ്റ് പല കാര്യങ്ങളും ഇതേക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ അത് മിക്ക പുരോഹിതന്മാർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ആരംഭിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.